ഗീതു ഗീതു എന്താ രമേശ് ഏട്ടാ? എന്തോ നടി ഇത്? നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഈ ചീർപ്പില് 2 മുടിയല്ലേ, അതങ്ങ് എടുത്ത് കളഞ്ഞാ പോരെ. ഇതിനാണോ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്ന എന്നെ വിളിച്ചു പോകുന്നേ? ഞാൻ രാവിലെ മുതൽ ഇവിടെ കിടന്ന് പണിയെടുക്കുന്ന രമേശേട്ട കാണുന്നല്ലേ. ഓ, സഹായിക്കുന്നേ ഇല്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചെറിയ കാര്യത്തിന് എന്റെ തല തിന്നാൻ വരാതിരുന്നൂടെ? ഗീതു, എന്റെ മുന്നേ നീ പോയേ. രാവിലെ സീരിയൽ ഡയലോഗും പറഞ്ഞോണ്ട് വരല്ലേ. ഓ, ഞാൻ എന്റെ ഉള്ളിൽ നൊന്ത് എന്തെങ്കിലും പറഞ്ഞ സീരിയൽ ഡയലോഗ് അല്ലേ? നിങ്ങൾക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും സ്നേഹമുണ്ടോ രമേശേട്ടാ? അതെങ്ങനെ? ഞാനിവിടെ ഉണ്ടോ, ഉറങ്ങിയോ, ഈ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? എടി, മിസ്റ്റേക്ക് നിന്റെ ഭാഗത്താണ്. എനിക്ക് ചീപ്പിൽ മുടി ഇരിക്കണ ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയാലോ. അതല്ലെങ്കിൽ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും വഴി തിരിച്ച് എന്റെ തലയെ കൊണ്ടുവരണം. അല്ലെങ്കിൽ നിനക്ക് സ്വസ്ഥത വരില്ലല്ലോ. ഓ, ഇപ്പൊ ഞാൻ എന്താ അതിന് മാപ്പ് പറയണോ? ശരി, ഈ ചീർപ്പിൽ 2 മുടി ഇരുന്ന് പോയി. എന്നോട് ക്ഷമിക്കൂ. ഐ എം സോറി. പോരെ? കഷ്ടം തന്നെ. എടി, നിനക്ക് നാണമില്ലേടി? ഒന്നും അല്ലെങ്കിലും 2 പിള്ളേരെ തള്ളയല്ലേ നീ? ആ ഒരു മെച്ചൂരിറ്റി എങ്കിലും കാണി. ഇങ്ങോട്ട് മാറിയില്ല. ഓ, 2 പിള്ളേരാകുമ്പോ വരുന്നതല്ലേ മെച്ചൂരിറ്റി? അത് ഞാൻ അറിഞ്ഞില്ല. അമ്മ പെട്ടെന്ന് ദായി വെള്ളം കൂടി എടുത്താൽ മതിയേ. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാണ്. ബസ്സിന്റെ അങ്ങനെ നമ്മളെയാണ് വഴക്ക് പറയുന്നത്. എന്തോന്നമ്മ കാണിക്കുന്നത്? വേഗം പൊക്കോ. ഇനി ഞാൻ കാരണം നിങ്ങൾ ലേറ്റ് ആയിന്ന് പറയണ്ട. ഇനി നിങ്ങൾ ലേറ്റ് ആയാൽ അത് നിങ്ങളുടെ ഉത്തരവ്. ഓക്കെ? പിന്നെ ഭക്ഷണം മുഴുവൻ കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ അറിയാലോ. ഓക്കെ, ബൈ. രണ്ടും സ്കൂളിൽ പോണൊക്കെ കൊള്ളാം. ഫ്രണ്ട്സുമായിട്ട് അടിയൊന്നും ഉണ്ടാക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തോടി? ദോഷമുണ്ട്. ഇരിക്കും, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം രമേശ്. ഉണ്ടാക്കി തരാമാ? നീ ഇതുവരെ അപ്പൊ ഒന്നും ഉണ്ടാക്കിയില്ലേ? എടി, എനിക്കിന്ന് നേരത്തെ പോണെന്നുള്ള കാര്യം നിനക്ക് അറിയായിരുന്നല്ലോ. രമേശ്, 1 സെക്കൻഡ് ഇരിക്കും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം. ഇനി ഇപ്പൊ ഉണ്ടാക്കിയൊക്കെ കഴിച്ചിട്ട് എപ്പോ പോവാനാണ്? രമേശ്, നിൽക്കി, ഞാൻ ചായ മാറ്റി വെച്ചിട്ടുണ്ട്. അതെങ്കിലും കുടിച്ചിട്ട് പോ. ഒരു ചൂടുമില്ല, ഒരു ഗുണവും ഇല്ലാത്ത ചായ. രമേശ്, നിൽക്കി, ഞാൻ ഇപ്പൊ ചൂടാക്കി തരാം. അത് നിന്റെ തന്തയ്ക്ക് കൊണ്ടേ കൊടുത്താൽ മതി. അങ്ങനെ ഇവിടെ വെറുതെ ഇല്ലേ ഇരിക്കണം? ഇന്നൊരു തന്തയ്ക്ക് വെളിയിൽ തീർന്നു. ഗീതു, ആ മഹി, നീ എന്താ ഇവിടെ? ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഓ, നീ വല്ലാതെ മാറിപ്പോയല്ലോ. തടിച്ചു അല്ലേ? ഇത്ര തടിച്ചിട്ടൊന്നുമില്ല. എന്തായാലും പഴയതിനേക്കാളും സുന്ദരിയാ. ഓ, പിന്നെ സുന്ദരി. 2 മക്കളുടെ അമ്മയാ. എനിക്ക് സുഖമാണോ? ആ, നന്നായിട്ട് പോകുന്നു. നിനക്കോ? ഭാര്യയും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താ? തോന്നിയില്ല. അന്ന് താൻ വിളിച്ചിട്ട് വീട്ടിൽ വേറെ കല്യാണം ഉറപ്പിച്ചു. എപ്പം ഞാൻ വിളിച്ചാലും ഇറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. സ്നേഹിച്ച പെണ്ണിനെ വേറൊരാളെ കെട്ടിക്കൊണ്ട് പോകുന്നത് ഒരു പൊട്ടനെ പോലെ ഒന്ന് നോക്കേണ്ടി വന്നു. പിന്നെ ജീവിതത്തിൽ ഇതുവരെ വേറൊരു പെണ്ണ് വേണമെന്ന് തോന്നിയിട്ടില്ല. സോ സ്റ്റിൽ സിംഗിൾ. എടാ, ഞാൻ അന്ന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. നിന്റെ അന്നത്തെ അവസ്ഥ എനിക്കറിയായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് മറക്കാനുള്ള വരവൊക്കെ ദൈവം പെണ്ണുങ്ങൾക്ക് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. എന്ത് മറക്കാൻ? ജീവിതത്തിൽ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ പ്രേമിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ്. ഞാൻ ഒന്നും മറന്നിട്ടില്ലട്ടോ. അതൊക്കെ പോട്ടെ. വേറെന്താ? ഇങ്ങനെയൊക്കെ പോകുന്നു. എന്ത് വിശേഷം പറ? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എനിക്ക് 2 പെൺകുട്ടികളാ. കല്ലു, നന്ദു. 1st സ്റ്റാൻഡേർഡിലും 2nd സ്റ്റാൻഡേർഡിലും. ഹസ്ബൻഡ്?
രമേശേട്ടൻ ഇപ്പോൾ ടെക്നോ പാർക്കിലാണ്, IT ഫീൽഡാണ്. എല്ലാവരും ഞാൻ അന്വേഷിച്ചത് വായിക്കാം. തീർച്ചയായിട്ടും. ശരി, അപ്പോൾ കാണാം. ശരി ഞാൻ 2 ദിവസം കൂടെ കാണാം. ശരി. ഇനി വായിക്കേ. Look at the pretty rainbow. It has It has 7 colors. violet, indigo, blue, red. There's violet, indigo and blue, lovely green, yellow and orange, and a bright red too. ഇനി വായിക്കേ. അമ്മ എനിക്ക് വിശക്കുന്നു. അമ്പടി കള്ളി, ഇപ്പോഴല്ലേ നീ പാലും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച? വായിക്കേ. അതൊക്കെ ദഹിച്ചമ്മ. അല്ലെങ്കിലും പഠിക്കാൻ പറയുമ്പോ നിനക്ക് ഭയങ്കര വിശപ്പ. വായിക്കേ. Look at the pretty rainbow. Violet, indigo, blue. ഒരു മിനിറ്റ്. Violet, indigo, blue. 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 ഹലോ, ഞാൻ വിചാരിച്ചത് എനിക്ക് നമ്പർ തരാൻ എന്തെങ്കിലും മടിയുണ്ടായിരിക്കും. അങ്ങനെ ഒന്നുമില്ല. ഹസ്ബൻഡ് ആണല്ലേ? ഇല്ല, ഏട്ടൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ഇത് ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്താ? നീ ഓക്കെ ആണോ? ഇങ്ങനെയൊന്നും ചോദിക്കാൻ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ആരുമില്ല. അതെന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? രമേശ് ചേട്ടന് എന്നെ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടം കൂടുതലൊന്നുമില്ല. പിന്നെ കുട്ടികളെ ആലോചിച്ച് അങ്ങനെയൊക്കെ പോകുന്നു. ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതം. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാണ്. വെറുതെ എന്നെ ചീത്ത വിളിക്കും. തല്ലാറുണ്ടോ നിന്നെ അയാള്? തല്ലിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇത്രയും വർഷമായില്ലേ, ശീലമായി. സാരമില്ല, നീ ക്ഷമിക്കണ്ട. ഐ എം ഓൾവേസ് ദേർ ഫോർ യു. കല്ലു, രമേശേട്ടൻ വന്നെന്ന് തോന്നണേ. ഞാൻ പിന്നെ വിളിക്കാവേ. ഓക്കെ ഓക്കെ, ശരി.
എന്താ രണ്ടുപേരും കൂടെ ചെയ്യണത്? പഠിക്കുക. എന്നാലേ ഇനി ഇത് കഴിച്ചിട്ട് പോലെ. അച്ഛൻ എനിക്കില്ലേ അച്ഛാ? നിനക്കില്ലാതിരിക്കൂടാ. അമ്മയ്ക്ക് വേണം മുട്ടായി. ഓ എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്കല്ലേ നിങ്ങൾ അച്ഛൻ മുട്ടായി വാങ്ങിച്ചുകൊണ്ടു കഴിക്ക്. നീ അതിനെ മുഖം വെറുപ്പിച്ചിരിക്കണ്ട, ഇത് എവിടെ കിട്ടിയോളൂ. ഓ അല്ലെങ്കിലും എനിക്കറിയാം എനിക്ക് ആവശ്യത്തിന് മുട്ടായി ഒന്നും കിട്ടൂല. പിന്നെ അല്ലെങ്കിലും എനിക്ക് മുട്ടായി തിന്നാനുള്ള പ്രായമല്ലല്ലോ, ഞാൻ 2 മക്കളെ തള്ളയല്ലേ. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കഴിക്കും. അച്ഛൻ പൊടിച്ചേട്ടെ. ഹലോ, ഹലോ. ആ ഞാൻ എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോകുന്നുണ്ട്. ആ ശരി, ഞാൻ ലൊക്കേഷൻ അയക്കാം. അപ്പൊ അവിടെ പിക്ക് ചെയ്യാൻ വന്നാൽ മതി. ശരി. എന്താ ഇങ്ങനെ നോക്കുന്നത്? പ്രായം കൂടുന്തോറെ എനിക്ക് ഭംഗി കൂടി വരുന്നതാണ്. പ്രത്യേകിച്ച് കണ്ണുകൾ, കൺമഷിയൊക്കെ എഴുതിയപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി. കുറെ നാള് കൂടിയിട്ടാ ഇന്ന് ഞാൻ കണ്ണെഴുതുന്നു. ശ്രദ്ധിക്കാൻ ആളില്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്തിനാ കണ്ണെഴുതുന്നു? കണ്ണുകൾ കൊണ്ട് കഥ പറയാമെന്ന് കേൾക്കാൻ ആളില്ലെങ്കിൽ കൺമഷി എന്തിനാ കണ്ണുകളിൽ, അല്ലേ? രമേഷ് ശരിക്കും ഒരു ലക്കി ആയിട്ടുള്ള ആളാണ്. അതെന്താ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നിന്നെപ്പോലെ നല്ലൊരു പെൺകുട്ടി അവന് കിട്ടും. എന്നെ കെട്ടിയത് തന്നെ ഏറ്റവും വലിയ കുരിശായിട്ട് കാണുന്ന ആളാ രമേശേട്ടൻ. ഞാൻ കണ്ണെഴുതിയാലോ
പൊട്ടു തൊട്ടാലോ? എന്തിന്? പുതിയൊരു സാരി ഉടുത്താൽ പോലും ഒരു നല്ല വാക്ക് പറയില്ല. പുച്ഛം മാത്രാണ്. അതാണ് പുള്ളിയുടെ സ്ഥായിയായ ഭാവം. സത്യം പറഞ്ഞാൽ നീ എന്നും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ലൈഫിൽ നീ ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ലെന്ന് അറിയുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ. സാരില്ല, എനിക്ക് നിന്നെ പോലെ സ്നേഹവും കെയറിങ് ഒക്കെ ഉള്ളൊരു ഹസ്ബൻഡിനെ കിട്ടാനുള്ള ഭാഗ്യം. അതായിരിക്കും ദൈവം നമ്മളെ പിരിച്ചത്. ഇത് ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിന്നെ ഞാൻ കേട്ടട്ടെ. പണ്ട് ഇതുപോലെ ഒന്ന് ധൈര്യമായിട്ട് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. അന്ന് എനിക്ക് ജോലിയില്ല, പണമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിന്നെ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നീ എന്തൊന്നും മിണ്ടാത്തത്? നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ ചെയ്തു. ഒന്നുമില്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റി എന്തോരം സ്വപ്നം കണ്ടാ നമ്മള്. ഇത് നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നഷ്ടപ്പെട്ടു പോയിട്ട് ദൈവമായിട്ടാണ് ഇപ്പം തിരിച്ച് നിന്നെ വീണ്ടും എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കുട്ടികളെ എനിക്ക് പറ്റുന്നില്ല. ഇത് എന്ത് പറ്റി? നിനക്ക് തന്നെ ഇഷ്ടമല്ലേ? ഇപ്പോഴത്തെ നിന്റെ ലൈഫിൽ നീ ഒട്ടും ഹാപ്പി അല്ലല്ലോ. പിന്നെന്താ? ഇത് ഒറ്റ ലൈഫേ ഉള്ളൂ. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചൂടെ? ഇതിപ്പം എനിക്ക് നിന്നോട് സഹതാപം തോന്നിയിട്ട് ഞാൻ പറയുന്നൊന്നുമല്ല. പണ്ടുണ്ടായിരുന്ന ഇഷ്ടം ഒരു തരിമ്പം കുറയാതെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കെട്ടിക്കോട്ടെ ചോദിച്ചത്. അത് ശരിയാവില്ല മഹി. അതെന്താ? എനിക്കെന്നെ ഇഷ്ടമല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ച ആള് നീയാ. പക്ഷെ ഇനി ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അത് ശരിയല്ല. അത് വേണ്ട. എനിക്ക് ഭർത്താവും 2 കുട്ടികളും ഉണ്ട്. അവരെ വിട്ടിട്ട് അത് വേണ്ട. നീ ലൈഫിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. എൻ്റെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കിക്കോളാം. നീ എത്ര സില്ലി ആയിട്ടാണ് അത് പറയുന്ന മഹി. കുട്ടികൾ എന്റെ മാത്രമല്ല, രമേശ് ഏട്ടനും കൂടിയാണ്. അവർക്ക് അവരുടെ അച്ഛൻ എന്ന് വെച്ച ജീവനാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ കൂടെ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും എനിക്കറിയാം നിനക്ക് എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് നീ അത് പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുന്ന പോട്ടെ, ചിന്തിക്കാൻ കൂടി പാടില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ കണ്ണു നനയിച്ചിട്ട് ഇല്ല മഹി. അതെന്നെ കൊണ്ട് പറ്റില്ല. രമേശനും പിള്ളേർക്കും ഞാൻ വേണം. പാചകം ചെയ്യാൻ, തുണി കഴുകാൻ, വീട് വൃത്തിയാക്കാൻ. ഞാനില്ലെങ്കിൽ അതൊന്നും പറ്റില്ല. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് ഒരു നല്ല വാക്ക് പോലും പറയാത്തപ്പോ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാൻ. പക്ഷെ ഞാൻ എങ്ങോട്ട് പോവാൻ? അതെന്റെ വീടല്ലേ. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ എങ്ങനെ സമാധാനമായിട്ട് തിരിച്ചു പോകുന്നത്? വാ, നീ എൻ്റെ കൂടെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. വേണ്ട, ഞാൻ പോവാ. ഇനി നമ്മൾ കാണണ്ട, വിളിക്കോ മെസ്സേജ് അയക്കുകയോ ചെയ്യണ്ട. നീ എനിക്ക് കുറച്ച് നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്, അത് മതി.
ഗീതു, നീ പണ്ടത്തെ പോലെ വിളിക്കുമ്പോൾ ഇറങ്ങി വരാമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. എവിടെയായിരുന്നാലും നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. എന്തായാലും ഈ ലൈഫിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കിക്കൂടെ? അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. പോട്ടെ.